മക്കാവ് ടൈം ഏകദേശം 4:30 ആയപ്പോൾ നമ്മൾ സോഫിറ്റിൽ മക്കാവ് പോണ്ടെ 16-ലെത്തി. ഇത് ഡെക്കോർ ഹോട്ടൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. വളരെ ക്ലീനാണ്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അഗോഡയിലാണ് ഇത് ബുക്ക് ചെയ്തത്. വളരെ റീസണബിൾ പ്രൈസിന് നമുക്കിത് ഈ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറ്റി. സ്റ്റാഫ് എല്ലാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മൾ റെഡിയായി. ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അതായത് റെഡി ആയതിന് ശേഷം ഒരു കോഫിയൊക്കെ കുടിച്ചു. നമ്മൾ രാവിലെ സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്ന് ബ്രഷ് ചെയ്തിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചതാണ്. അപ്പോൾ ഒരു കോഫിയും ഒരു കേക്കൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളൊരു 5:30 ആയപ്പോൾ നമ്മൾ റെഡിയായി. നമ്മൾ നെക്സ്റ്റ് ഷട്ടിൽ ബസ്സിന് വേണ്ടി ഹോട്ടലിൻ്റെ താഴെ വെയിറ്റ് ചെയ്തു. ഈ ഹോട്ടൽ വളരെ ടൂറിസ്റ്റി ആയിട്ടുള്ളൊരു പ്ലേസാണ്. എല്ലാ സ്ഥലത്തേക്കും നമുക്ക് നടന്നിട്ടും ഷട്ടിൽ ബസ്സിലൊക്കെ പോവാം. സോഫിറ്റൽ മക്കാവിൻ്റെ അല്ലാതെ തന്നെ ഏത് ഷട്ടിൽ ബസ്സിലും എല്ലാ ടൂറിസ്റ്റിനും കയറാം. ടൂറിസ്റ്റ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഏത് ബസ്സിൽ കയറിയാലും നമുക്കൊരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ പോയത് ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂറിലാണ്. അത് ക്ലൂക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. ഒരുവിധം എല്ലാ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സ് എല്ലാം ഈ ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ കവർ ചെയ്യും. വിൻ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടൽ, കാസിനോ ഹോട്ടലാണിത്. ഇവിടെ ഒരു നൈറ്റ് ലൈറ്റ് ആൻഡ് വാട്ടർ ഷോ ഉണ്ടായിരുന്നു, ഫൗണ്ടൻ ഷോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു അത് നമ്മൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ ഇരുന്നിട്ട് തന്നെ കണ്ടു. കുറേ ടൂറിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. കുറേ പേര് ടൂറിസം പർപ്പസിന് ഇവിടെ വരാറുണ്ട്. കാരണം അവർ പറയണത് എന്താ വെച്ചാൽ ഹോങ്കോങ് ആൻഡ് മക്കാവ് ഇസ് വെരി ചീപ്പ് കമ്പയർഡ് ടു ദെയർ കൺട്രി. അപ്പോൾ അവർ ഈ സ്റ്റേക്കേഷനൊക്കെ ഇങ്ങനെ വീക്കെൻഡ്സിലൊക്കെ ഇവിടെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതേപോലെ ഫാമിലിയായിട്ടുമൊക്കെ കുറേ ആൾക്കാരെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ കറൻസി കുറച്ച് കയ്യിൽ വെക്കണമായിരുന്നു. നമ്മൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ ലോക്കൽ കറൻസി ഒന്നും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാർഡോ അല്ലെങ്കിൽ വേറെ US ഡോളറോ ഒന്നും ടാക്സിക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല. നമ്മൾ ഈ ഒരു ഷട്ടിൽ ബസ്സിൽ ഒരു പോയിൻ്റ് വരെ വന്നു. അതിനുശേഷം ഒരു 8 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഈ പിക്കപ്പ് പോയിൻറ്റിലേക്ക് പോകാനായിട്ട്. അതിന് ടാക്സി ഉപയോഗിച്ചപ്പോൾ അവർ കുറേ ബഹളം ഉണ്ടാക്കി, അവിടുത്തെ കറൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ATMൽ നിർത്തി. അവരുടെ ഭാഷയും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. പിന്നെ കുറച്ച് പൈസ ATMൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കൊടുക്കുക ചെയ്തത്. ഇവിടെ മക്കാവിൽ വന്നു കഴിഞ്ഞാൽ ഏത് ഹോട്ടലിലും കാസിനോസ് ഉണ്ടെങ്കിൽ കാസിനോയുടെ അകത്ത് പോയിട്ട് നമുക്ക് USD അല്ലെങ്കിൽ ഹോങ്കോങ് ഡോളറോ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പട്ടാക്ക എന്നാണ് പറയുക, മക്കാവ് പട്ടാക്ക എന്നാണ് പറയുക. ഇവിടുത്തെ കറൻസി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കാണുന്നത് മക്കാവ് ടവറാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ഒബ്സർവേഷൻ ഡെക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടീ സെറിമണിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിതിനൊന്നും പോയില്ല. ഒരു ദിവസമാണ് നമ്മൾ മക്കാവിൽ സ്റ്റേ ചെയ്യണേ. നാളെ ഈവനിങ് നമ്മൾ തിരിച്ച് ഹോങ്കോങ്ങിലേക്ക് പോവും. ഹോങ്കോങ്ങിലാണ് ഇനി 3 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇത് സെനഡോ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടുന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക്. ഇവിടെ ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് കുറേ ഡെക്കറേഷൻസൊക്കെ ഉണ്ട്. എല്ലാ പ്രായക്കാരും ഈ സമയമാകുമ്പോഴും ഒരു 9-9:30 സമയത്തും ഇവിടെ പുറത്തിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ വയസ്സായ ആൾക്കാരൊക്കെ ചെല്ലിയുണ്ട്. നല്ല സ്ട്രീറ്റ് ഫുഡ്സും ഹോട്ടൽസും പിന്നെ അതേപോലെ ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ കഴിച്ച ഫുഡാണിത്. ഫുഡിൻ്റെ പേരൊന്നും അറിയില്ല. നല്ല കംഫർട്ടിങ് ഫുഡായിരുന്നു. പിന്നെ ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ കണ്ടാസ്വദിച്ച് പതുക്കെ നടന്ന് നമ്മൾ ഹോട്ടലിൽ ഒരു 9:30-10 ആകുമ്പോൾ തിരിച്ചെത്തി. ഇതാണ് ഹോട്ടലിൽ നിന്നുള്ള നൈറ്റ് വ്യൂ. ഒരു ക്രൗൺ പോലെ ഒരു ഹോട്ടൽ കാണില്ലേ, അതാണ് ഹോട്ടൽ ഗ്രാൻഡ് ലിസബോവ. ഇങ്ങനെയുള്ള കാസിനോസൊക്കെ ഇവിടെ